നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സമഗ്രവും ആധികാരികവുമായ വിജയത്തോടെ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിനു ശേഷമാണ് ഡീപ് സ്റ്റേറ്റ് എന്ന സ്റ്റേറ്റ്മെന്റ് കൂടുതൽ ശക്തമായ ചർച്ചകൾക്ക് വിഷയമായി മാറുന്നത്. Unelected deep state operatives who defy the voters to push their own secret agendas are truly a threat to democracy itself. അതിനു മുൻപും റിപ്പബ്ലിക്കൻ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ഈ ആശയം വലിയൊരു അളവിൽ പ്രചരിക്കപ്പെട്ടിരുന്നുവെങ്കിലും അന്ന് അതത്ര ഗൗരവമായ ചർച്ചകൾക്ക് കാരണമായില്ല. ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് ഭൂരിപക്ഷം ജനങ്ങൾക്കും വ്യക്തമായ ഒരു ധാരണയില്ല എന്നതാണ് സത്യം. വാസ്തവത്തിൽ എന്താണ് ഡീപ് സ്റ്റേറ്റ്? നിഗൂഢമായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ഷാഡോ സർക്കാരിനെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. 1923 മുതൽ മുസ്തഫ കെമാൽ അത്താതുർക്കിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മതേതരമായ ചിന്തകളെ സംരക്ഷിക്കുന്ന പട്ടാളക്കാരുടെയും അവരുടെ സിവിലിയൻ സഖ്യകക്ഷികളുടെയും രഹസ്യ ശൃംഖലയുമായി ബന്ധപ്പെട്ട് ഊരിത്തിരിഞ്ഞ ഡീപ് സ്റ്റേറ്റ് എന്ന ഷാഡോ സംവിധാനം ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈജിപ്തിലും പാകിസ്ഥാനിലുമൊക്കെ ഡീപ് സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നിഴൽ സർക്കാരുകൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ത്യയിൽ പോലും ഡീപ് സ്റ്റേറ്റ് ഭരണത്തിൽ കൈകടത്തുന്നുവെന്ന വാദം ഇപ്പോൾ ഉയരുന്നുണ്ട്. പൊതുനയങ്ങൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന ഫെഡറൽ സർക്കാരിലെ അംഗങ്ങളും അമേരിക്കൻ ചാര സംഘടനകളായ CIA-യും FBI-യും നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളും പെന്റഗണും സൈനിക വ്യവസായ സംഘങ്ങളും നിഗൂഢ താല്പര്യക്കാരുമായ അമേരിക്കയിലെ പവർ ഗ്രൂപ്പുകളെയും ലോകോത്തര ബിസിനസ് ശൃംഖലകളിലൂടെ ശതകോടികളുടെ ആസ്തികളുമായി സർക്കാരുകളെ സ്വാധീനിക്കാൻ പോന്നവരും ചേർന്ന് ഗൂഢ ലക്ഷ്യങ്ങൾക്കായി സമാന്തര സർക്കാരിനെ പോലെ പ്രവർത്തിക്കുന്ന ഉപജാപക സംഘങ്ങളെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന വാക്കുകൊണ്ട് അമേരിക്കയിൽ ട്രംപ് വിവക്ഷിച്ചിരുന്നത്. അക്ഷരാർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കാനാകാത്തതും എന്നാൽ അമേരിക്ക എന്ന രാഷ്ട്രത്തിന്റെ സമഗ്ര പുരോഗതിക്കെതിരെ നിഗൂഢമായ താല്പര്യങ്ങളോടെ വർത്തിച്ചു നിൽക്കുന്ന സിൻഡിക്കേറ്റുകളുടെ കൂട്ടത്തെ ആകമാനം ഡീപ് സ്റ്റേറ്റ് എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുമ്പോൾ അമേരിക്ക കേന്ദ്രമാക്കി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം നിഗൂഢമായ അവരുടെ ആസൂത്രണങ്ങളും കരുനീക്കങ്ങളുമാണ് ഇപ്പോൾ ചർച്ചകൾക്ക് കാരണമായി തീർന്നിരിക്കുന്നത്. ഏത് സർക്കാർ ഭരിച്ചാലും നിർണായകമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ലെന്നും മറിച്ച് ശക്തമായ സ്വാധീനമുള്ള ഈ ഡീപ് സ്റ്റേറ്റ് സംഘമാണെന്നും അവർക്ക് ആരോടും ഉത്തരം പറയേണ്ടതോ ആരുടെയെങ്കിലും അനുമതിക്കായി കാക്കേണ്ട കാര്യമില്ലെന്നും ഏത് പാർട്ടി ഭരിച്ചാലും തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പോകുന്ന തരത്തിൽ അവർ പ്രബലമായി തുടരുന്നുവെന്നുമാണ് അവരെ കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ. ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും ഒന്നും അവരെ ബാധിക്കാറില്ല എന്നതാണ് സത്യം. പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും തിരഞ്ഞെടുക്കപ്പെടാതെ ഒരു രാജ്യം ഭരിക്കുവാനും രഹസ്യമായി പ്രവർത്തിക്കുന്ന ഈ വിങ്ങിൽ പോലീസ്, രാഷ്ട്രീയ ഗ്രൂപ്പുകൾ, സൈന്യം, ജുഡീഷ്യൽ ബ്രാഞ്ച്, ബിസിനസ്, മാധ്യമങ്ങൾ എന്നിവയിൽ നിന്നുള്ളവർ നിഗൂഢ താല്പര്യങ്ങൾക്കായി ഒന്നിച്ച് കൂടിച്ചേർന്ന് നിൽക്കുന്നുണ്ടാകും. ഇത് ജനഹിതം നിറവേറ്റേണ്ടതിന് തെരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കാൻ പോകുന്ന സംഗതിയാണ്. എന്നാൽ അഴിമതികളും സ്വാർത്ഥ താല്പര്യങ്ങളിലും മുഴുകി കഴിയുന്ന സർക്കാരുകൾ അവരോട് സമരസപ്പെട്ട് മുൻപോട്ട് പോകുന്ന കാഴ്ചകളാണ് പൊതുവിൽ കാണുന്നത്. അമേരിക്കയിൽ ഇത്തരം പ്രവണതകൾ പ്രബലമായി നിന്നിരുന്നതിനാലും അതേക്കുറിച്ച് ട്രംപിന് കൃത്യമായ അവബോധം ഉണ്ടായിരുന്നതിനാലുമാണ് 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾക്കും സ്ഥാനാർത്ഥികൾക്കും എതിരായി ഡീപ് സ്റ്റേറ്റ് എന്ന ആശയം ഉയർത്തിയ ട്രംപിനും കൂട്ടർക്കും വലിയ സ്വീകാര്യത ഉണ്ടായത്. ഡീപ് സ്റ്റേറ്റ് ഒരു യാഥാർത്ഥ്യമാണെന്ന് പലരും മുൻപ് പറഞ്ഞിട്ടുള്ളതും അമേരിക്കക്കാരിൽ ഭൂരിഭാഗവും അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ട്രംപിനെതിരെ നടന്ന 2 വധശ്രമങ്ങളും ഡീപ് സ്റ്റേറ്റ് എന്ന ആരോപണങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ പോകുന്നത് തന്നെയാണ്. പെൻസിൽവാനിയയിലെ വധശ്രമത്തിന്റെ വീഡിയോകൾ സസൂക്ഷ്മമായി പരിശോധിച്ചാൽ മനഃപൂർവമായ സുരക്ഷാ വീഴ്ചകൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. മാത്യു ക്രൂക്സ് എന്ന കൊച്ചു പയ്യൻ
വേദിക്ക് സമാന്തരമായ റൂഫ് ടോപ്പിൽ എത്തിയതും തോക്കുമേന്തി അതിലെ ഉലാത്തിയതും വെടിയുതിർക്കുമ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടെന്ന വണ്ണം സുരക്ഷാ ഉദ്യോഗസ്ഥർ കുനിയുന്നതുമൊക്കെ നിഗൂഢമായ നീക്കങ്ങളെ കുറിച്ച് ആരെയും ബോധ്യപ്പെടുത്താൻ പോന്ന കാര്യമാണ്. ഡീപ് സ്റ്റേറ്റിന്റെ അത്തരം ഗൂഢാലോചനകൾക്ക് ശേഷിക്കുന്ന ഏക സാക്ഷിയായ ക്രൂക്സിനെ ജീവനോടെ പിടിക്കാതെ വെടിവെച്ച് കൊന്നതും ആ സംശയത്തെ ബലപ്പെടുത്തുന്ന കാര്യമാണ്. തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നത് ഇറാനാണെന്ന് ട്രംപ് തന്നെ പ്രസ്താവിക്കുകയും അതിന്റെ തെളിവുകൾ എന്ന വണ്ണം ഷക്കീരി അടക്കമുള്ള ചില ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വധശ്രമങ്ങളെല്ലാം നടന്നത് വലിയ ഡെമോക്രാറ്റ് നേതാക്കളായ ബാറാക് ഒബാമയുടെയും ഹിലാരി ക്ലിന്റന്റെയും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ ട്രംപിനെതിരെ ഗൂഢമായി കരുക്കൾ നീക്കുന്നവരുടെയും അറിവോടെയാണെന്നാണ് ചില റിപ്പബ്ലിക്കൻ അനുയായികൾ ആരോപിക്കുന്നത്. ട്രംപിനെ ഇല്ലാതാക്കാൻ ഡീപ് സ്റ്റേറ്റിനെ സ്ഥിരീകരിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് ഹിറ്റ് സ്ക്വാഡും സജീവമായി രംഗത്തുണ്ടെന്നുമാണ് വിവരങ്ങൾ. ഏതായാലും സർവശക്തനായ ദൈവത്തിന് വിരുദ്ധമായ എല്ലാ ഇരുട്ടിന്റെ നീക്കങ്ങളെയും ഇല്ലാതാക്കി അമേരിക്കയെ ദൈവികമാക്കി റിമൗൾഡ് ചെയ്യാൻ ട്രംപ് ഇറങ്ങുമ്പോൾ എല്ലാ നിഴൽ അധികാര കേന്ദ്രങ്ങളും തകർന്നു വീഴുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്തും ട്രംപ് ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് ശക്തമായ സൂചനകൾ മുൻപോട്ട് വെച്ചിരുന്നു. ഒന്നുകിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയെ നശിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ നശിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. തന്റെ പ്രഥമ പ്രസിഡന്റ് പദത്തിൽ തനിക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോയ നിർണായകമായ ഈ ദൗത്യം ഈ പ്രാവശ്യമെങ്കിലും ട്രംപിന് നടത്താനാവുമോ എന്ന് ലോകം മുഴുവൻ ജാഗ്രതയോടെ ഉറ്റുനോക്കുകയാണ്. അധികാരം ഏൽക്കുന്നതിന് മുൻപ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ നീക്കങ്ങളുടെയും ആസൂത്രണങ്ങളുടെയും ആകെ തുക പരിശോധിച്ചാൽ ഈ ഉപജാപക വൃന്ദങ്ങളുടെ എല്ലാത്തരം സ്വാധീനത്തിൽ നിന്നും മുക്തമായ ഒരു ഭരണ സംവിധാനത്തെ തന്നെ അമേരിക്കയിൽ അവതരിപ്പിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കാരണം കേവലം പ്രസ്താവനകൾക്കപ്പുറത്ത് അങ്ങേയറ്റം നിഗൂഢമായി പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രവിരുദ്ധ നീക്കത്തിന്റെ പ്രഖ്യാപിത ശത്രുവാണ് ട്രംപും അദ്ദേഹത്തിന്റെ പുത്തൻ മിനിസ്ട്രിയിലെ മുഖ്യകാര്യദർശികളായി നിൽക്കുന്ന യുവമുഖങ്ങൾ. പ്രത്യേകിച്ച് ഇലോൺ മസ്കും വ്യവസായ പ്രമുഖനായ വിവേക് രാമസ്വാമിയും. CNN, ന്യൂയോർക്ക് ടൈംസ് മുതലായ മാധ്യമങ്ങളുടെ അജണ്ടകൾ മുൻനിർത്തിയുള്ള ആസൂത്രിത മാധ്യമ പ്രവർത്തനങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ ഏറ്റവും യോഗ്യൻ തന്നെയാണ് സമൂഹ മാധ്യമ കുത്തകളിലെ മുടിചൂടാ മന്നനായ മസ്ക്. താൻ അധികാരത്തിലെത്തിയാൽ താക്കോൽ സ്ഥാനത്ത് തന്നെ മസ്കും ഉണ്ടാകുമെന്ന് ട്രംപ് മുൻപ് തന്നെ സൂചനകൾ നൽകിയിരുന്നു. മസ്ക് കാര്യക്ഷമതാ കമ്മീഷന്റെ തലപ്പത്തേക്ക് വരുന്നതോടെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാരുടെയും പണി തെറിക്കുമെന്നാണ് ഉറപ്പ്. അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ മാതാപിതാക്കളുടെ മകനായ വിവേക് രാമസ്വാമി മുൻപ് തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞ കൂട്ടത്തിൽ അമേരിക്ക നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് കാരണം FBI ആണെന്നും അതിനെ പിരിച്ചുവിടേണ്ടത് അത്യാവശ്യമാണെന്ന് വരെ വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം ഡീപ് സ്റ്റേറ്റിനെതിരായുള്ള ശക്തമായ നീക്കങ്ങളെ കുറിച്ച് ഉറപ്പിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡെമോക്രാറ്റുകളുടെ കഴിഞ്ഞ ഭരണകാലത്ത് തന്നെ ട്രംപ് ഈ ഉപജാപക രാഷ്ട്രീയത്തിന്റെ വേരറക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. രാജ്യത്തിനും അതിന്റെ നിലപാടുകൾക്കും വിരുദ്ധമായും തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്ക് വിരുദ്ധമായും നിലകൊള്ളുന്ന ബ്യൂറോക്രാസിയെ പൂർണ്ണമായി പിരിച്ചുവിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളെ തലസ്ഥാനത്ത് കൊണ്ടുവരാൻ ട്രംപ് നടത്തുന്ന നീക്കം ഇപ്പോൾ ശക്തമായ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിലും സർക്കാരിനെ നിഗൂഢമായി നിയന്ത്രിക്കുന്നവരെ നിർവീര്യമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ട്രംപ് ആ കാര്യങ്ങൾക്ക് കരുക്കൾ നീക്കുന്നത്. ഡീപ് സ്റ്റേറ്റിനെ തകർത്ത് ജനങ്ങൾക്ക് നിയന്ത്രണമുള്ള ഭരണകൂടത്തെ പുനഃസ്ഥാപിക്കുമെന്ന് ട്രംപ് ശക്തമായി പറയുക മാത്രമായിരുന്നില്ല, മറിച്ച് അതിനായി 10ഓളം നിർദ്ദേശങ്ങൾ ട്രംപ് മുൻപോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രംപ് മുൻപോട്ട് വെക്കുന്ന ദൈവത്തിലൂന്നിയ ഒരു രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രത്തെ
അതുപോലെ ഉൾക്കൊള്ളുന്ന ആർജവമുള്ള യുവജന ക്യാബിനറ്റിനെ ട്രംപ് അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് ഇതേ ഡീപ് സ്റ്റേറ്റിന്റെ അടിത്തറ ഇളക്കുന്ന കാര്യങ്ങളാണ്. ഇനിയുള്ള കാലത്ത് ട്രംപ് ഭരണകൂടത്തിന്റെ മുൻപിലും പിൻപിലും അകത്തും പുറത്തും നിഴലായും പൊരുളായുമെല്ലാം വർത്തിക്കുന്ന ശക്തി സർവശക്തനായ ദൈവം തന്നെയായിരിക്കുമെന്ന് അമേരിക്കൻ ജനത വിശ്വസിക്കുകയാണ്.